ഹലോ, മെയ് 21 ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ ദൃശ്യം 3 ഇറങ്ങുമല്ലേ? 11-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് ഓപ്പൺ ആയിരിക്കുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അടുത്തുള്ള ഒരു തിയേറ്ററിലും സീറ്റില്ലാത്ത അവസ്ഥ. എത്ര പെട്ടെന്നാണ് ടിക്കറ്റുകൾ വിറ്റുപോയത്. ശരിക്കും ഒരു ആഘോഷം പോലെ തോന്നുന്നുവല്ലേ? ലാലേട്ടൻ്റെയും ജിത്തു ജോസഫിൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂ കൂടി കാണുമ്പോൾ പ്രതീക്ഷ ഏറുകയാണ്. എത്ര രസകരമായിട്ടാണ് ലാലേട്ടൻ കാര്യങ്ങൾ പറയുന്നത്. എല്ലാവർക്കും ദൃശ്യം 1ഉം 2ഉം ഒക്കെ ശരിക്കും ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കാനാണല്ലേ? ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഒന്നുകൂടി ഇരുന്ന് കാണുന്നവരുണ്ട്. മൈന്യൂട്ട് പോയിന്റ്സ് വരെ ഓർമ്മയിൽ കൊണ്ടുവരാൻ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? കമൻറ്റ് ചെയ്യുമോ? വെറുതെ കേൾക്കാനൊരു രസം. ദൃശ്യം 1-ൽ നമുക്ക് ജോർജ് കുട്ടിയോടും ഫാമിലിയോടും സഹതാപമായിരുന്നു. തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകും എന്ന് പറഞ്ഞ ജോർജ് കുട്ടി ഏത് അറ്റം വരെ പോയി. ഒരു കള്ളം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ 100 കള്ളങ്ങൾ പറയേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ദൃശ്യം 2-ലേക്ക് വരുമ്പോൾ ജോർജ് കുട്ടി പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ മെനഞ്ഞെടുത്തു. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ എന്ന് നമ്മൾ പോലും വിചാരിച്ചു പോയി. ദൃശ്യം 3-ലേക്ക് വരുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ അല്പം പശ്ചാത്താപമുള്ള, കുറച്ചൊക്കെ പേടിയുള്ള ഒരു ജോർജ് കുട്ടിയാണ് നമ്മൾ കാണുന്നത്. വർഷം 13 ആയില്ലേ? പോലീസുകാർക്കും ഇപ്പോൾ നാട്ടുകാർക്കും ഒക്കെ അറിയാം ജോർജ് കുട്ടി എന്തൊക്കെ ചെയ്തു എന്ന്. ഇപ്പോൾ പത്രക്കാരും ഇറങ്ങിയിരിക്കുന്നു. ജോർജ് കുട്ടിയെ പോലെ തന്നെ അവരും ഏതറ്റം വരെയും പോകും കേസിനൊരു തുമ്പുണ്ടാക്കാൻ. 2 പെൺകുട്ടികൾ കൂടി ഇതിൽ ഇൻവോൾവഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ജോർജ് കുട്ടിക്ക് തന്നെ സംശയമായി തുടങ്ങിയിരിക്കുന്നു. അവർ അച്ഛനെ ഒരു ക്രിമിനൽ ആയിട്ടാണോ കാണുന്നതെന്ന്. എല്ലാം കഴിഞ്ഞില്ലേ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ജോർജ് കുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞോ എന്ന്. എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്? ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ? മക്കളുടെ ഭാവി എന്താണ്? ഇനിയും വിസ്മയങ്ങൾ ജിത്തു ജോസഫ് ദൃശ്യം 3-ൽ ഒളിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് കാത്തിരുന്ന് കാണാം. മൂത്ത മകൾക്ക് മാനസികമായ അസ്വസ്ഥതകളുണ്ട്. ഇളയ മകൾ കുറച്ചുകൂടി ബോൾഡാണ്. അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? സത്യം പറഞ്ഞാൽ ഇത്രയും വർഷമായി ജോർജ് കുട്ടിയും കുടുംബവും ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും മെയ് 21 എല്ലാവരും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തോ? അപ്പം ശരി, നിങ്ങളൊക്കെ ഉറപ്പായും ദൃശ്യം 3 കാണും എന്നെനിക്കറിയാം. ഞാൻ റിവ്യൂമായിട്ട് വരാം. കാണാൻ മറക്കരുത്. ഓക്കെ, ബായ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.